ഈ മൂവി തുടങ്ങുന്നത് ഒരു പുതിയ സിനിമ നമുക്ക് തുടങ്ങിയാലോ എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കുറച്ച് സുഹൃത്തുക്കൾ കൈകോർത്തു. ആ സുഹൃത്തുക്കളുടെ കോണ്ടാക്റ്റിലൂടെ മറ്റൊരുപാട് സുഹൃത്തുക്കൾ കുറിച്ച് ഒരു വലിയ സുഹൃത്ത് വലയം, ഒരു പുതിയ സുഹൃത്ത് വലയം പഴുതെന്ന സിനിമയുടെ പിന്നിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സുഹൃത്ത് വലയത്തിൻ്റെ ശക്തിയാണ് ഈ സിനിമ ഇന്ന് ഈ ജനുവരി മാസം റിലീസിലോട്ട് എത്തിയിരിക്കുന്നത്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള സുഹൃത്തുക്കൾ ഈ സിനിമയുടെ മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വിദൂര ഭാഗത്താണ് സിനിമയുടെ കൂടുതൽ ഭാവം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക പോയിന്റിൽ സ്റ്റോറി അവസാനിക്കുന്നുണ്ട്. അവിടെ 2 ലൊക്കേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഈ കൂട്ടായ ചർച്ചയിലൂടെയാണ് കഥയും സ്ക്രിപ്റ്റും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. വീണ്ടും ചർച്ചകളാണ് നമുക്കിതിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയാലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നു. ഇപ്പോൾ കഥയ്ക്ക് ഒരു പുതിയ ട്വിസ്റ്റ് വരുന്ന രീതിയിൽ വീണ്ടും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അങ്ങനെ 2nd, 3rd ഷെഡ്യൂൾ വെച്ചാണ് പുതുമുഖങ്ങളാണ് ചെയ്തെങ്കിലും അത്രയും സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റും എഫേർട്ടും ഇട്ട് എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഒരു തട്ടിക്കൂട്ട് സിനിമയിലോട്ട് പോകുന്ന, സിനിമയെ ഗൗരവമായിട്ട് തന്നെ കാണണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൂടുതൽ ഭാഗങ്ങൾ ഞങ്ങൾ റീതിങ്ക് ചെയ്ത് ആഡ് ചെയ്യുകയും അങ്ങനെ ഒരു സ്ട്രോങ് മൂവി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന വലിയ വിശ്വാസമുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകന് 2 ചോദ്യങ്ങൾ മനസ്സിനകത്ത് ഉണ്ടാകും എന്നത് ഉറപ്പാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്, ഹു ഈസ് ദാറ്റ്? ഈ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതുണ്ടാകുമെന്നത് ഒരു സംവിധായകമായി എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസും, സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസും അത് തന്നെയാണ്. നിങ്ങളെ ലാഗില്ലാതെ പിടിച്ചിരിക്കാൻ ഈ മൂവിക്ക് സാധിക്കും. സിനിമയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, സിനിമയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ പോലും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുതുമുഖങ്ങളായ ഞങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ചലഞ്ചസുകൾ ഉണ്ടാകുമ്പോഴും ഇത് ഫിനിഷ് ചെയ്ത് പുറത്തിറക്കണം, പ്രേക്ഷകർ എത്തിക്കണം എന്ന ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന നമ്മുടെ ഹീറോ രജൻ കൃഷ്ണയാണ്. എനിക്ക് അദ്ദേഹം രജൻ ഭായിയാണ്. ഈ സിനിമയിലാണ് ഇതിലൂടെയാണ് രജൻ കൃഷ്ണയെ പരിചയപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തെ രജൻ ഭായി എന്ന് വിളിക്കും. അദ്ദേഹം എന്നെ സ്റ്റാലിൻ ചേട്ടാണ്. അദ്ദേഹത്തിന് അത്ര പ്രായമൊന്നും എനിക്കില്ല, എന്നാൽ എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. എന്നൊരു പ്രായം കുറവാണ്. അങ്ങനെ രജൻ ഭായി ആയിട്ടുള്ള ഒരു സൗഹൃദം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട്, ഞാൻ മെൻ്റലി ഡൗൺ ആകുമ്പോൾ ബാക്ക് ബോണായിട്ട് നിന്നൊരു വ്യക്തിയാണ് രജൻ ഭായി. അതുകൊണ്ടാണ് ഈ സിനിമ ഇന്ന് ജനുവരി ഈ ഒരു ഘട്ടത്തിലെത്തി ജനുവരി മാസം റിലീസാകാനായിട്ട് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ നായിക, 2 ആക്ടേഴ്സ്, ഇതിൻ്റെ ക്യാമറാമാൻ, ഇതിൻ്റെ എഡിറ്റർ, ഇതിൻ്റെ ബീജിയം ശ്രീനാഥ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയും, ഭയങ്കരമായിട്ട് എനിക്ക് 5.1 മിക്സ് ചെയ്യുന്ന സ്ഥലത്തിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബോധ്യത്തിരിപ്പൊക്കെ ഉണ്ടായി. ബീജിയം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മാക്സിമം ഞങ്ങളെ കൊണ്ട് മാക്സിമം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. തുടർന്ന് പുതിയ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പുതുമുഖങ്ങൾ വെച്ച് തന്നെ ഞങ്ങളുടെ ടീം പുതുമുഖങ്ങൾ വെച്ച് തന്നെ ഒരു പ്രോജക്റ്റ് ആലോചിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്ക്രിപ്റ്റ് ലോക്കാക്കി ഞങ്ങൾ വച്ചിരിക്കുന്നത് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ലോക്കാക്കിയിട്ടുണ്ട്. സാധാരണ ഇത്രയും നല്ലൊരു കഥയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും ഒരു റിസ്ക് ആരും എടുക്കത്തില്ല.
അപ്പൊ എങ്ങനെയാണ് അതിനൊരു ആ ഒരു ഇത് കിട്ടിയത്? നമ്മള് ഷോർട്ട് ഫിലിമൊക്കെ കാണുമ്പോൾ അറിയാം സാർ അത് എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്തൊരു ത്രെഡ് അവതരിപ്പിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഒന്ന് വിശദീകരിക്കാമോ? ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ന് മലയാള സിനിമയുടെ എന്താണ് രണ്ട് ഹീറോസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹീറോസ് മമ്മൂട്ടിയും മോഹൻലാലും. അതിനകത്ത് പുതുമുഖങ്ങൾക്ക് വളരെ അവസരം കൊടുക്കുന്ന ഒരു നായകനാണ് മമ്മൂട്ടി. ഞാനൊരു പുതുമുഖ സംവിധായകനാണ്. അപ്പോൾ ഞാൻ പുതുമുഖങ്ങൾക്കല്ലേ അവസരം കൊടുക്കേണ്ടത്. ഞാനിതിൻ്റെ ബിസിനസ് റിസ്ക് മറന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായ സിനിമ എന്ന നിലയിൽ കാസ്റ്റിംഗ് ഞങ്ങൾ ഓരോരുത്തരും ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഞങ്ങളൊരു 7 പേരുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആൾക്കാരിലോട്ട് ഞങ്ങൾ എത്തുകയായിരുന്നു. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ പറയും ഇവർ പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളുടെ ഒരു പതർച്ചയും ഇല്ലാതെ എന്താണോ ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും സാധിച്ചു. ഒരു ചെറിയ ക്യാരക്ടർ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും അത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് എൻ്റെ മാത്രം ഒരു കമൻ്റ് അല്ല. നമ്മൾ എഡിറ്റ് കഴിഞ്ഞ് ഡബിങ്ങിനും ബീജമൊക്കെ ചെയ്യാൻ കൊടുത്ത ആൾക്കാർ പറഞ്ഞതാണ്. ഡബിങ് വേളയിലും ബീജം 5.1 മിക്സിങ്ങിൻ്റെ വേളയിലൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ട വ്യക്തികളാണ് അത് പറഞ്ഞത്. ഇതിനകത്തുള്ള ഒരു ക്യാരക്ടർ അവർ കാണുമ്പോൾ പോലീസ് വേഷം ചെയ്യുന്ന ആൾക്കാർ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ റിയൽ പോലീസാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതുമുഖങ്ങൾ ആണ് ചെയ്തെന്നൊരു ഫീല് ഒരിക്കലും ഉണ്ടാവില്ല. വളരെ പക്വതയോടുകൂടി വളരെ ഡെപ്തിൽ എല്ലാവരും ഈ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ്. ത്രില്ലർ സിനിമ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ആദ്യ സിനിമയാണല്ലോ. ആദ്യ സിനിമയാണ്. ഒരു പ്രത്യേക ജോണർ തന്നെ വേണം എന്ന രീതിയിലല്ല ഇതിൻ്റെ തുടക്കം ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ ജോയിൻ ചെയ്ത് 7 പേരും 7 കഥ പറയുന്നു. അപ്പോൾ അതിനകത്ത് പല പല സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് അതിന് പറ്റിയ ഒരു ത്രെഡ് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് തിയേറ്ററിലും OTT-ലും ഇത് റൺ ചെയ്യണം, പ്രേക്ഷകരെ പിടിച്ചിരുത്തണം എന്നുള്ളത് കൊണ്ട് ഇന്ന് മലയാളം മൂവിയുടെ ട്രെൻഡ് അനുസരിച്ചുള്ള ത്രില്ലറാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന മോഡ് തന്നെ എടുത്തത് സസ്പെൻസ് നിലനിർത്തി പോകുമ്പോൾ അടുത്തെന്താണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ എപ്പോഴും ഇരിക്കും. അത് തിയേറ്ററിലായാലും TV-യിലായാലും. അപ്പോൾ ഈവൻ വീട്ടിലിരുന്ന് കാണുന്ന പ്രേക്ഷകരായാലും അത് അവർ മൊബൈൽ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ആ രീതിയിൽ അവരെ ഇരുത്തണമെന്നൊരു ആഗ്രഹവും മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ 5.1 മിക്സിങ്ങും ബീജവും ഒക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് തന്നെ ഈ സിനിമ കാണും.